ഗൈസ്, വെൽക്കം ടു എജുപോർട്ട്. ക്രിസ്മസ് എക്സാം ഇതേ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ലാസ്റ്റ് സ്റ്റേജ് ആണ്. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ തകർത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് മൊമെന്റ്സ് ആണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ മേരി മാം എന്ന് പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് A+ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോളണം. ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. റെഡി ആണല്ലോ? ഇനി ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് സംശയമുള്ള ആൾക്കാർ ഒന്ന് ദേ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അത് മിസ് തരുന്ന കൺഫേം ആണ്, കൺഫർമേഷൻ ആണ്. നന്നാക്കി പഠിച്ചാൽ മതി, ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ഓൺ ഗോയിങ് ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കാണാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. റെഡി? ഏത് ചാപ്റ്റർ ആയിരുന്നു? മേരി മാം. ദേ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മേരി മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തായിരുന്നു? കഥയാണോ കവിതയാണോ? ഒന്നുമല്ല, ഫിലിമി ഗീതാണ്. എന്തായിരുന്നു? ചലച്ചിത്ര ഗാനം, ഒരു സിനിമ പാട്ടാണ്. റെഡി ആണല്ലോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരുന്നത്. നോക്കിയോളൂ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് മക്കളെ? ആസ്വാദൻ ടിപ്പണി. ആസ്വാദൻ ടിപ്പണിയാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? ഫിലിമി ഗീത് കാ ആശൈലി ഗേം. ആസ്വാദൻ ടിപ്പണി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതാണ് വരിക? ഫിലിം ഗീത് കാ ആശൈലി ഗേം. ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും സിനിമാ പാട്ടല്ലേ, സിനിമാ പാട്ട് എന്ത് ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പറയാൻ പറ്റില്ല, മേ ബി ക്വസ്റ്റ്യൻ വരും, ആസ്വാദൻ ടിപ്പണി ചോദിക്കും. ഇനിയിപ്പോ അങ്ങനെയല്ല, ആസ്വാദൻ ടിപ്പണി കവിതയ്ക്ക് മാത്രമേ ചോദിക്കൂ എന്നാണെങ്കിൽ എന്ത് ചോദിക്കും എന്നാ മിസ് പറഞ്ഞത്? ഫിലിമി ഗീത് കാ ആശൈലി ഗേം. ആശയം എഴുതാൻ പറയും. ഈ ആശയം തന്നെയാണല്ലോ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് മക്കളെ? ईशानावस्थी नामक पात्र का परिचय देते हुए टिप्पणी लिखे. ഇഷാൻ അല്ലെ, ഇഷാൻ നമ്മുടെ ചാപ്റ്ററിനകത്തെ മെയിൻ ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അവനെ ആയിരുന്നു ഹോസ്റ്റലിൽ കൊണ്ട് വിടുന്നത്. അവന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ? ടിപ്പണി ലിഖേം. പരിചയ് ദേത്തെ ഹുയെ ടിപ്പണി ലിഖേം. ക്യാരക്ടർ സ്കെച്ച് ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 95% മിസ് ഉറപ്പ് പറയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. നന്നാക്കി പഠിക്കണം. എന്തൊക്കെ പറയാം? അവൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലെ. അമ്മ വിഷമിക്കണ്ട, അമ്മേനെ നന്നാക്കി കെയർ ചെയ്യുന്നുണ്ട്. അത് കാരണം അവൻ അവന്റെ വിഷമം മനസ്സിൽ തന്നെ ഒതുക്കി വയ്ക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ പലപ്പോഴും അല്ലെ ദേഷ്യപ്പെടുന്ന സമയത്തും ഊഞ്ഞാലാട്ടുന്ന സമയത്തും ഒന്നും അവന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അത് അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അല്ലെ. അമ്മയെ നന്നാക്കി സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവന് ഒരുപാട് പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവനെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കാം? ഒരു ക്യാരക്ടർ സ്കെച്ച് സെറ്റ് ആക്കാം. റെഡി ആണല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ്? യെസ്, माम का महत्व और उसके प्रति गहरा संबंध विषय पर एक टिप्पणी लिखिए. അടുത്തൊരു ടിപ്പണി ക്വസ്റ്റ്യൻ ആണ്, ഒരു വിവരണം. എന്താണ് ടോപ്പിക് വന്നിട്ട്? മാം കാ മഹത്വ और उसके प्रति गहरा संबंध. അമ്മയുടെ മഹത്വം അല്ലെ, അമ്മയോടുള്ള ഒരു റിലേഷൻഷിപ്പ്, അമ്മയുടെ മഹത്വം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കാനാ പറയുന്നത്? ഏക് ടിപ്പണി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് കൺവേ ചെയ്യുന്ന തന്നെ എന്ത് മീനിങ് ആ മക്കളെ? മകൻ അമ്മ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ചാപ്റ്ററിനകത്ത് കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മേ ബി ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാം. 5 4 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ടിപ്പണി, അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടോ അതോ ഇനിയിപ്പം അമ്മേന്റെ മഹത്വം എന്നുള്ള ഒരു ടോപ്പിക്കോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നാക്കി പഠിക്കണം. സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കിയോ. ഇഷാൻ അവസ്ഥി की ഡയറി കൽപ്പന करके लिखे. ഇഷാന്റെ ഒരു ഡയറി തയ്യാറാക്കുക. എപ്പോഴായിരിക്കും ഡയറി എഴുതുന്നത്? അവനെ അവിടെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ട് അമ്മ പോയ സമയത്താണ് ഈ പാട്ട് പാടുന്നത് അല്ലെ. ഈ പാട്ട് ആ സമയത്താണ്. അപ്പം അതിനുശേഷം അവൻ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവൻ ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നിങ്ങൾ ഒരു ഡയറി തയ്യാറാക്കുക. എന്തൊക്കെ എഴുതാൻ പറ്റും ഡയറിക്കകത്ത്? നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് എന്താണോ പഠിച്ചിരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് ഡയറിയിലേക്ക് എഴുതാം. അതായത്
അമ്മ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ പോയത്, എനിക്ക് ഇരുട്ടിനെ പേടിയാണ്, അച്ഛൻ പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ പറയാതിരുന്നത്, എന്നിട്ടും എന്തിനാണ് അമ്മ എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടു പോയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ. ചാപ്റ്റർ ക്ലിയർ ആക്കി ഓരോ വരി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് അത്. एंड at last one നോക്കിയോ, ईशान बोर्डिंग स्कूल में है, वह अपना अनुभव बताते हुए मित्र के नाम पर लिखता है, वह पत्र कल्पना करके लिखे. എന്താണടാ ക്വസ്റ്റ്യൻ? ഇഷാൻ എവിടെയാണ്? ബോർഡിംഗ് സ്കൂളിലാണ്. അവൻ അവന്റെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവന്റെ മിത്ര, അവന്റെ ഫ്രണ്ടിന് എന്താണ് എഴുതുകയാണ്? എന്തെഴുതുന്നു? പത്ര, ലെറ്റർ എഴുതുന്നു. പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്. അറിയാത്ത മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്. പത്ര ദേ കണ്ടോ, പത്ര ലെറ്റർ ആണ്. ഇപ്പം തന്നെ തലയ്ക്കകത്ത് അത് കയറ്റി വെച്ചോ. പത്ര ലെറ്റർ ആണ്. ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ വരും ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത്. മക്കളെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ക്വസ്റ്റ്യൻ. ആർക്ക് അയക്കുന്നതാണ്? ഇഷാൻ അവന്റെ ഫ്രണ്ടിന് അയക്കുന്നതാണ്. അവൻ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവന് രാത്രി ആകുമ്പോൾ ഇരുട്ടിനെ അവൻ പേടിയാവുന്നുണ്ട്, അവൻ പേടിക്കുന്നുണ്ട്, എനിക്ക് അമ്മയെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറി തയ്യാറാക്കാം. ഇനിയിപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ടോണ്ടിരിക്കുമ്പം കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ കമന്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരിക്കും, എന്ത് മിസ്സേ ഇതിന്റെ ആൻസർ കൂടെ പറഞ്ഞ് താ മിസ്സേ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെയുള്ളവര് ശ്രദ്ധിച്ചോ, ആൻസർ മിസ് ഓൾറെഡി ഒരു ലൈവ് വന്നിട്ടുണ്ട്. ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു തന്നിട്ട് മിസ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന്റെ എല്ലാത്തിന്റെയും ആൻസേഴ്സ് മിസ് പക്ക ക്ലിയർ ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡി ആണല്ലോ? അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ടോട്ടൽ നോക്കിയിട്ടുള്ളത്? 5 ക്വസ്റ്റ്യൻസ് ആണ് നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. റെഡിയാണ്? ചാപ്റ്റർ ഏതായിരുന്നു? മേരി മാം. ഓക്കെ, മേരി മാം ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും അടിപൊളിയാക്കി പഠിച്ചോളൂ മക്കളെ. റെഡി? ഓക്കെ.